എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ. ഹോപ്പോനോപ്പോനോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ മാത്രമല്ല, വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്ക് വേണ്ടേ? പുതിയ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിലല്ലേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ ടോപ്പിക്കില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പം ഇന്ന് ഹോപ്പോനോപ്പോനോയുടെ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഹോപ്പോനോപ്പോനോയുടെ പ്രാക്ടീസ് തന്നെയാണ്. ഹോപ്പോനോപ്പോനോയുടെ ചെറിയൊരു മെഡിറ്റേഷനാണ്. അപ്പോൾ എന്താണ് ഹോപ്പോനോപ്പോനോ എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് എൻ്റെ പഴയ വീഡിയോസ് ഉണ്ട്. പഴയ ഹോപ്പോനോപ്പോനെ കുറിച്ച് 1-2 വീഡിയോസ് ഉണ്ട്. അത് നിങ്ങൾ കേട്ട് നോക്കുക. ഇപ്പോൾ ഹോപ്പോനോപ്പോനെ കുറിച്ച് അറിയാം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഹോപ്പോനോപ്പോനെ കുറിച്ച് തുടർന്ന് പഠിക്കണം എന്നാഗ്രഹം ഉള്ളവർക്ക്, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്കുള്ള ഒരു ചെറിയൊരു മെഡിറ്റേഷനാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഹോപ്പോനോപ്പോനെ അറിയാം, നമുക്ക് 4 ഫ്രേസ് ഉണ്ട് ഹോപ്പോനോപ്പോനയ്ക്കകത്ത്. അതായത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്നുള്ളതാണ് ഈ ഹോപ്പോനോപ്പോനയുടെ 4 ഫ്രേസ്. അപ്പോൾ ഈ 4 ഫ്രേസ് നമ്മൾ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഹോപ്പോനോപ്പോനോ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ ഒരു ലിമിറ്റഡ്, അതായത് എൻ്റെ ഒരു പരിമിതമായ അനുഭവം വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ 4 ഫ്രേസസ് ഉണ്ട്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. അതായത് ഈ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, റിപ്പൻറ്റൻസ്, ഇതെല്ലാം നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസാണ്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഈ ഫ്രേസസ്, നമ്മൾ ഈ 4 ഫ്രേസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതോടെ നമ്മുടെ ഹൃദയചക്രം അല്ലെങ്കിൽ അനാഹത ചക്രം അല്ലെങ്കിൽ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ആവും. ഈ ആക്ടിവേറ്റ് ആവുന്നതോടെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ഇമോഷൻസും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളുമെല്ലാം റിലീസാവും. അതുവഴി ഈ ഹോപ്പോനോപ്പോനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഇമോഷണൽ ബോഡി ആക്ടിവേറ്റ് ആയി, നമ്മുടെ ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പാസ്റ്റ് മെമ്മറീസും നമ്മുടെ ട്രാപ്ഡ് ഇമോഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിലീസായി പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവ്. ഞാൻ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് ഞാനീ പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഇതാണ്. നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളെല്ലാം റിലീസായി പോകും. അപ്പോൾ ഈ 4 ഫ്രേസസിൽ ഐ ലവ് യു എന്നുള്ള ഫ്രേസ്, അതാണ് നമ്മുടെ ഹാർട്ടുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കും. കാരണം ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഇമോഷനാണ്. അപ്പം ഈ ഐ ലവ് യു ഉപയോഗിച്ച് ഈ 4 ഫ്രേസും പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഈ ഐ ലവ് യു ആണ് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഈ ഐ ലവ് യു നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൂടെ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഈ ഐ ലവ് യു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നതോടെ നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് വേറെ അങ്ങോട്ടെങ്കിലും പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഐ ലവ് യു മാത്രം നമ്മൾ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ മൈൻഡ് ചാറ്ററിങ്, അതായത് മൈൻഡിൻ്റെ നമ്മൾ ഏത് കാര്യത്തിലാണോ നമ്മൾ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐ ലവ് യു ഉപയോഗിച്ച് നമുക്ക് ചാൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മെത്തേഡ്സ് എല്ലാം കാര്യങ്ങളെല്ലാം സെയിമാണ്. നമ്മൾ ഏത് ഇഷ്യൂ ആണോ നമ്മുടെ മനസ്സിനെ കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, മണി ഇഷ്യൂസ് ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, എന്ത് ഇഷ്യൂ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലെ അലട്ടുന്ന എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കാം. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് പിണങ്ങി, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫുമായിട്ട് പിണങ്ങി, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ സ്വന്തം മക്കളെ കുറച്ച് നാളായിട്ട് കാണാൻ പറ്റുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിഷമം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ഭയങ്കരമായിട്ട് മനസ്സിനെ തളർത്തുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട് നമ്മുടെ അനാഹത ചക്രം അല്ലെങ്കിൽ ഹാർട്ട് ചക്രയിൽ മനസ്സ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ അനാഹത ചക്രം എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണിച്ചിരുന്നത്? നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻട്രലായിട്ട് വരും. ചെസ്റ്റിൻ്റെ സെൻറ്റർ, നമ്മുടെ സൂപ്പർമാൻ്റെ എസ് അടിച്ചേക്കുന്ന ഒരു സിമ്പിൾ ഇട്ടില്ലേ? സൂപ്പർമാനും പിന്നെ അയൺമാനകത്ത് ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അയൺമാൻ്റെ സിമ്പിൾ. അതെല്ലാം നമ്മൾ ചെസ്റ്റിൻ്റെ നടുക്കായിട്ടല്ലേ ഒരു റൗണ്ട് സിമ്പിൾ ഇങ്ങനെ കാണിക്കുന്നത്. അത് നമ്മുടെ ഹാർട്ട് ചക്ര, അതായത് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുക.
മനസ്സ് ഫോക്കസ് ചെയ്യുക. ആദ്യം നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിൽ കൊണ്ടുവരിക. സിറ്റുവേഷൻ മനസ്സിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യും. ആ വിഷമമായിരിക്കാം, ചിലപ്പോൾ തൊണ്ടയിൽ ചെറിയ ടൈറ്റ്നസ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നെഞ്ചിൽ ചെറിയൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ബോഡിയിൽ മറ്റെവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ചെസ്റ്റിൽ ഫോക്കസ് ചെയ്യുക. ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ ഫോക്കസ് ചെയ്തിട്ട് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് നിങ്ങൾ മനസ്സിൽ പറയുക. അപ്പം ഇത് 3 രീതിയിൽ പറയാം. ഒന്ന് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് നിങ്ങൾക്ക് ഉറച്ച് പറയാം. ഒന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇല്ലല്ലോ, ഇങ്ങനെ ചുണ്ടനക്കി ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു സ്പീഡിന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഐ ലവ് യു, മനസ്സിൽ ഇങ്ങനെ ഐ ലവ് യു പറയാം. അപ്പം എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ചുണ്ടനക്കിയുള്ള, സൗണ്ട് പുറത്ത് വരാതെ ചുണ്ടനക്കിയുള്ള ഐ ലവ് യു ആണ്. ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഈ സിറ്റുവേഷൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിട്ട് ഈ ചുണ്ടനക്കിക്കൊണ്ട് സൗണ്ട് പുറത്ത് വരാതെ ഐ ലവ് യു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചെസ്റ്റിൽ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അതായത് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എന്തുമാത്രം ഇമോഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മുടെ കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മളിങ്ങനെ എടുത്ത് ഒഴിച്ച് കളയത്തില്ലേ, ഇങ്ങനെ ഒഴിച്ച് കളയുന്നത് പോലെ ആ ഇമോഷൻസ് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അലിഞ്ഞ് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ലിറ്ററലി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ആ ഇമോഷൻസ് പയ്യെ ഇപ്പോൾ സാഡ്നെസ് ആയിക്കഴിഞ്ഞാൽ സാഡ്നെസ്, അല്ലെങ്കിൽ ആങ്കർ ആയിക്കഴിഞ്ഞാൽ ആങ്കർ, ഹേറ്റ് ആയിക്കഴിഞ്ഞാൽ വെറുപ്പായിക്കഴിഞ്ഞാൽ വെറുപ്പ്, ദേഷ്യം, സങ്കടം, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഇങ്ങനെ പയ്യെ റിലീസായിട്ട് പോകും. ഇപ്പോൾ ഹാപ്പിനെസ്, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. സന്തോഷം എത്രയും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് എടുത്തിട്ട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിൽ എടുത്തതിന് ശേഷം ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ മനസ്സ് ഫോക്കസ് ചെയ്തിട്ട് കണ്ണ് തുറന്നിരിക്കാം, പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ചെസ്റ്റിൻ്റെ സെൻറ്ററിലായിരിക്കണം. എന്നിട്ട് ഐ ലവ് യു എന്ന് ചുണ്ടനക്കിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്യുക. മിനിമം 5 മിനിറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ്റെ, ആ ഇമോഷൻ്റെ ആ ഒരു കാഠിന്യം കുറയുന്നത് വരെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ ഇമോഷൻ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ മനസ്സിൽ വരുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ഉണ്ട്. ഡെയിലി രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്നുള്ളത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്നുള്ളത്. കാരണം അത് നിങ്ങളെ ഒരുപാട് ഇനി വരാൻ പോകുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനെ കാര്യങ്ങളും എല്ലാം അത് റിലീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സിമ്പിൾ മെഡിറ്റേഷൻ എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡെഫിനിറ്റ് റിസൾട്ട് കിട്ടും. എപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ മനസ്സിൽ വരുന്നു, അപ്പോഴെല്ലാം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഓക്കെ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു.